സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നിട്ടിട്ടും പ്രചാരണത്തിനിറങ്ങാത്ത വി അബ്ദുറഹ്മാനെ കളത്തിലിറക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വി അബ്ദുറഹ്മാനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അബ്ദുറഹ്മാൻ താനൂരിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത. 24 ബ്രേക്കിംഗ് വാർത്തയുമായി ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഗോകുൽ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടും അബ്ദുറഹ്മാൻ മടിച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മടിക്ക് പിന്നിൽ എന്താണ് പിന്നാമ്പുറം? ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ വളർന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത്? ഗുഡ് മോർണിംഗ്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ CPM-ന്റെ പുതിയ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇന്ന്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് ജില്ലയിലെത്തുന്നുണ്ട്. ആ സമയത്താണ് മന്ത്രി വി അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ LDF CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനു ശേഷവും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രചാരണത്തിനിറങ്ങാൻ വി അബ്ദുറഹ്മാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ CPM നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യം പരിഗണിക്കാതെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നൽകിയത് എന്നും അദ്ദേഹത്തോട് മത്സരിക്കാൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്നുമായിരുന്നു അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോലും സജീവമാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. മന്ത്രി അബ്ദുറഹ്മാനെ കളത്തിലിറക്കാൻ തന്നെയാണ് പാർട്ടിയുടെ താല്പര്യം. ആ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. അബ്ദുറഹ്മാൻ താനൂർ അല്ലെങ്കിൽ തിരൂർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താനൂരിലേക്ക് മറ്റേതെങ്കിലും അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥി, അതായത് മുസ്ലിം ലീഗിൽ കഴിഞ്ഞ ദിവസം ഉടലെടുത്തിരുന്ന ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉടലെടുത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ താനൂരിലേക്ക് പരിഗണിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയെങ്കിൽ താനൂരിൽ നിന്ന് വി അബ്ദുറഹ്മാനെ തിരൂരിലേക്ക് മാറ്റാമെന്ന രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ ആ രീതിയിലുള്ള ചർച്ച ഫലവത്തായില്ല. കാരണം താനൂരിലെ തന്നെയുള്ള മുസ്ലിം ലീഗിന്റെ മണ്ഡലം നേതാക്കളെയൊക്കെ ലക്ഷ്യമിട്ട് CPM നടത്തിയിട്ടുള്ള ചർച്ച പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് താനൂരിൽ തന്നെ അബ്ദുറഹ്മാൻ തുടരണം എന്നൊരു താല്പര്യവും കാഴ്ചപ്പാടും ലീഗിന്റെ CPM-ന്റെ ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് വി അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ലിസ്റ്റിൽ മാറ്റം വരുത്തിയാൽ അതിന് തക്കതായ കാരണമില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൃത്യമായിട്ടുണ്ട്. അതിനാൽ മന്ത്രി വി അബ്ദുറഹ്മാനുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തണം എന്നൊരു താല്പര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്രികാ സമർപ്പണമാണ് മുഖ്യമന്ത്രിയുടെ കണ്ണൂര് ഉച്ചയ്ക്ക് രാവിലെ 11 മണിക്ക്. അതിനുശേഷം ജില്ലയിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. ആ സമയത്ത് കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ തന്നെ പ്രചാരണത്തിന് ഇറങ്ങുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. SKN നമുക്കൊപ്പം ചേർന്ന് ഗൂഗിൾ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.